നമസ്കാരം. ഇന്നലെ മൂന്നാം മോദി മന്ത്രിസഭ അല്ല NDA മന്ത്രിസഭ വളരെ മോഡിയോടുകൂടി തന്നെ ദില്ലിയിൽ അധികാരമേറ്റു. മോഡി ഗ്യാരണ്ടിയുടെ ബലമില്ലാതെ NDA ആണ് ഇത്തവണ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ മോഡിയോടുകൂടി തന്നെയാണ് കേന്ദ്രത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് എന്ന് പറയാം. എന്നാൽ ഈ മോഡിക്ക് ഇടയിലും കേരളത്തിൽ നിന്നും ചില അസ്വസ്ഥതകൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ച സജീവ രാഷ്ട്രീയത്തിൽ നിന്നും താൻ പിന്മാറുകയാണ് എന്നുള്ള പ്രസ്താവന. വളരെ ആശ്ചര്യത്തോടും നടുക്കത്തോടും കൂടിയാണ് കേരള രാഷ്ട്രീയം ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കണ്ടത്. കാരണം തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മത്സരിക്കാൻ എത്തുകയും ശശി തരൂരിനെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയും ചെയ്ത ഒരു നേതാവാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖറിനെ നമ്മൾ അറിയുന്നത് ഏഷ്യാനെറ്റിന്റെ മുതലാളി എന്ന രീതിയിലും അതിനൊക്കെ അപ്പുറത്ത് BPL കമ്പനിയുടെ മരുമകൻ എന്നുള്ള രീതിയിലൊക്കെയുമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ BPLന്റെ മേജർ ഷെയറുകൾ വിറ്റുകൊണ്ടാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ വെഞ്ചർ എന്ന ഒരു പുതിയ കമ്പനി സ്ഥാപിക്കുകയും വിവിധ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ നിയന്ത്രിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഏഷ്യാനെറ്റിന്റെയും മുതലാളി എന്ന പേരെടുത്തത്. 2006 മുതലാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാം. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം രാജ്യസഭ മെമ്പർ ആവുകയാണ് ചെയ്തത്. അന്ന് അദ്ദേഹം രാജ്യസഭ മെമ്പർ ആയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക നിയമസഭയിൽ നിന്നും 2006 അദ്ദേഹം സ്വതന്ത്ര രാജ്യസഭ MP ആയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാജ്യസഭ MP ഉണ്ടാവുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഈ സുരേഷ് ഗോപി കേരളത്തിൽ നിന്നും MP ആവുന്നത് ആദ്യം രാഷ്ട്രപതിയുടെ നോമിനി ആയിട്ടാണ്. രാഷ്ട്രപതിക്ക് അങ്ങനെ 10ഓളം MP മാരെ നോമിനേറ്റ് ചെയ്യുവാനുള്ള ഒരു സാഹചര്യമുണ്ട്, ഒരു നിയമവശമുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യസഭയിലേക്ക് ഒരു സ്വതന്ത്രനായിട്ട് ഒരു വ്യക്തി എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അന്ന് 2006 തന്നെ ഇതിനെതിരെ വളരെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. BJPയും കോൺഗ്രസും JDSന്റെയും ഒക്കെ MLAമാരെ കാശ് കൊടുത്തു വാങ്ങിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിലെ സത്യവും അസത്യവും എത്രത്തോളം ആണ് എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. പക്ഷെ അന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ തങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിപ്പ് ആരും നൽകിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്, ഒരു സത്യമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഊഹിച്ചറിയാവുന്നതേ ഉള്ളൂ. 2006 നിന്നും 2012 എത്തുമ്പോഴത്തേക്കും അദ്ദേഹം BJPയുമായി അടുക്കുകയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് 2012 2018 2024 ഇപ്പോൾ അദ്ദേഹത്തിന്റെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. 2022 മുതൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയുമാണ്. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി തന്നെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുകയും തിരുവനന്തപുരത്തെക്കുറിച്ച് വലിയ വികസന കാഴ്ചപ്പാടുകൾ യുവാക്കൾക്കിടയിലും അവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുകയും അത് താൻ ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കും, അത് തിരുവനന്തപുരത്തിന് വലിയൊരു മാറ്റം വരാൻ പോകുന്നു എന്നൊക്കെ ഒരു പ്രതീതി സൃഷ്ടിക്കുകയും ശശി തരൂരിനെതിരെ ശക്തമായൊരു മത്സരം, അതായത് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നതുപോലെ തന്നെ വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചു. ഈ ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം തിരുവനന്തപുരത്ത് തുടരുകയും തിരുവനന്തപുരത്തെ പല വിഷയങ്ങളിൽ ഇടപെടുകയും തിരുവനന്തപുരത്തേക്ക് പുതിയ പദ്ധതി കൊണ്ടുവരികയും വെള്ളക്കെട്ട് പോലെയുള്ള വിഷയങ്ങളിൽ അടിയന്തര പരിഹാരം കാണും എന്നുള്ള ഉറപ്പ് നൽകുകയും അദ്ദേഹം അവിടെ, എനിക്ക് തോന്നുന്നു, അവിടെ ഓഫീസ് വരെ അദ്ദേഹം MP ഓഫീസ് വരെ സ്ഥാപിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. പക്ഷേ ജൂൺ 4 വന്ന തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുകയും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു. ഒരു കാര്യം ഉറപ്പാണ്, കാരണം തിരുവനന്തപുരത്തുകാർ കുറച്ചൊക്കെ മാറി ചിന്തിച്ചിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ വരവോടുകൂടി തന്നെയാണ്. ഒരിക്കലും തിരുവനന്തപുരത്ത് BJPക്ക് ശക്തമായ വോട്ട് ബാങ്ക് ഉള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും അവിടുത്തെ ചെറുപ്പക്കാർക്കിടയിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ച സ്വീകാര്യതയും ഒക്കെ അത് വോട്ടായിട്ട് അവിടെ മാറിയിട്ടുണ്ട് എന്നത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. ഏതായാലും ഇന്നലെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് അദ്ദേഹം തന്റെ 18 വർഷത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹഭംഗത്തിൽ നിന്നാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താങ്കൾ 18 വർഷത്തെ തന്റെ രാഷ്ട്രീയ ജീവിതം എത്രത്തോളം പണം താങ്കൾ മുടക്കിയിട്ടുണ്ടാവും? താങ്കളുടെ രാഷ്ട്രീയ ജീവിതം, എനിക്ക് തോന്നുന്നു ഇത്തവണയും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കൊക്കെ BJP തെരഞ്ഞെടുപ്പ് ചെലവിലേക്കായി ഫണ്ട് നൽകിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് താങ്കളുടെ സ്വന്തം പണമാണ് അവിടെ തെരഞ്ഞെടുപ്പിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഒരു കാര്യം പറയാം,
കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാർ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ആളുകളാണ്. താങ്കളെപ്പോലുള്ള ഒരാൾ ഇവിടെ വന്ന് മത്സരിച്ച് ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ഒരു മാസത്തേക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ആയി മാറിയേനെ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലെ BJP-ക്കാർ എപ്പോഴും ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കുകയും പ്രത്യേക രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് തുടർന്ന് പ്രവർത്തിക്കാതെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അയ്യോ രാജീവെ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരു BJP നേതാവ് പോലും അങ്ങയുടെ പുറകെ വരത്തില്ല. കാരണം കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് കേരളത്തിലെ BJP രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് താങ്കളുടെ പ്രവർത്തന മണ്ഡലം ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി സ്ഥാനം കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. കഴിഞ്ഞ 18 വർഷം താങ്കൾ പാർലമെന്ററി രാഷ്ട്രീയത്തിലൂടെ ആർജിച്ചെടുത്ത ഒരു രാഷ്ട്രീയ പരിചയമുണ്ട്. ആ രാഷ്ട്രീയ പരിചയം ശരിക്കും തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ, അത് പ്രവൃത്തി പദത്തിലെത്തിക്കാൻ ശ്രമിച്ചാൽ, പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ മുൻകൈ എടുത്താൽ, നിങ്ങൾ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ഒരു സംശയവും താങ്കൾക്ക് വേണ്ട. താങ്കൾ 2029 തിരുവനന്തപുരത്തിന്റെ MP ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യം സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള പല BJP നേതാക്കന്മാർക്കും സന്തോഷമാവുകയുള്ളൂ. കാരണം തിരുവനന്തപുരത്ത് ജയിക്കണമെന്നോ പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിക്കണമെന്നുള്ള ആഗ്രഹം കേരളത്തിൽ ഒരു BJP നേതാക്കന്മാർക്കും ഉണ്ടാവത്തില്ല. അവരെ സംബന്ധിച്ച് ഇലക്ഷനിൽ മത്സരിക്കുക, പണമുണ്ടാക്കുക, ഇലക്ഷനിൽ മത്സരിക്കുക, പണമുണ്ടാക്കുക, പിരിവെടുക്കുക, ഇതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ അജണ്ടകളൊന്നും കേരളത്തിലെ ഒരു BJP നേതാവിനും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവ് കേരളത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് താങ്കളുടെ രാഷ്ട്രീയ തീരുമാനം പുനഃപരിശോധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ.